നമ്മളോടൊപ്പം ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സുബിൻ അദ്ദേഹം ചേരുന്നുണ്ട്. പത്തനംതിട്ടയിലെ വിശേഷങ്ങളുമായിട്ട്. കാരണം പത്തനംതിട്ടയിൽ ഇന്നലെ അടക്കം വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു, വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഇന്ന് പത്തനംതിട്ടയിലെ അവസ്ഥ? അതീവ ജാഗ്രതയിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ല ഇന്നും ഉള്ളത്. ഇന്നലത്തെ അവസ്ഥയിൽ നിന്ന് റാന്നിയൊക്കെ ഒന്ന് മോചിതമായി, വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മോചിതമായെങ്കിലും ശക്തമായ മഴ തന്നെയാണ് പത്തനംതിട്ടയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ ഇടയ്ക്ക് കുറച്ച് സമയം ഒന്ന് തോർന്നെങ്കിലും ഇപ്പോഴും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഡാമുകളെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അതിൽ മണിയാർ ഡാം മാത്രമാണ് അതിന് 2018 വെള്ളപ്പൊക്കത്തിൽ അതിന്റെ ഷട്ടറുകൾ തകർന്നു പോയത് ഇതുവരെ ശരിയാക്കാത്തത് മൂലം അത് തുറന്നു കിടക്കുകയാണ്. ആദ്യ ദിവസം വെള്ളം വന്നപ്പോൾ മണിയാറിന്റെ തീരത്തുണ്ടായിരുന്ന ഈ ഡാമിന്റെ തീരത്തുണ്ടായിരുന്ന രണ്ട് വീടുകൾ പൂർണ്ണമായി തകർന്നു പോയിരുന്നു. അവിടെ എല്ലാ വീടുകളിൽ ജലം കയറിയിരുന്നു. ഇപ്പോൾ ശക്തമായ ഒഴുക്കുണ്ട് എങ്കിലും അവിടെ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ആറന്മുളയിൽ കയറിയ ജലം ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. പമ്പയിൽ അതേ ജലനിരപ്പ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പമ്പയിലെ ജലനിരപ്പ് കുറയാതെ ഈ ആറന്മുളയിൽ നിന്നുള്ള ജലം ഇറങ്ങിപ്പോവുകയില്ല. ഇപ്പം അച്ചൻകോവിലാറും അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. തൊട്ട് സമീപത്തുള്ള പാടങ്ങളിലൂടെയൊക്കെ അത് റോഡുകളിലേക്ക് കയറാനുള്ള ഒരു സാധ്യത ഇപ്പോൾ മുന്നിലുണ്ട്. വളരെ തീവ്രമായ ഒരവസ്ഥയിലൂടെയാണ് പത്തനംതിട്ട കടന്നു പോകുന്നത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ടയിലെ നദികളുടെ ആഴക്കുറവാണ് പത്തനംതിട്ടയിൽ ഇത്ര പെട്ടെന്ന് ഈ ജലം കയറാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. പന്തളത്തും അതേപോലെ തന്നെ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. തിരുവല്ലായുടെ സ്ഥിതിയും ഒട്ടും ആശ്വാസ്യമല്ല, അവിടെയും ജലം കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളെല്ലാം അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഏത് സമയത്തും ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള സർവ്വസജ്ജരായി ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുകയാണ്. അതേപോലെ തന്നെ മന്ത്രി PC വിശ്വനാഥ് പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ MLA മാരെല്ലാം അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ എല്ലാവരും ചേർന്ന് നിൽക്കുന്നു. എല്ലാവരും സർവ്വസജ്ജരായി മുന്നോട്ട് പോകുന്നു. ഇവിടെ 74 ക്യാമ്പുകളാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അവിടേക്കുള്ള ഭക്ഷണ വിതരണം പല സന്നദ്ധ സംഘടനകളും, ഇപ്പം മലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട രൂപത ഉൾപ്പെടെ അനുഗ്രഹ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലും MCOയുടെ നേതൃത്വത്തിലുമൊക്കെ ഭക്ഷണപ്പൊതി ഉൾപ്പെടെ ഈ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതി ഇന്നുണ്ട്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് പത്തനംതിട്ട ഇപ്പോൾ നിലനിൽക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം കാര്യക്ഷമമാണ്? നിലവിലെ അവസ്ഥയിൽ ദുരിതാശ്വാസത്തിന് വേണ്ടി സന്നദ്ധ സംഘടനകൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകൾ ഒരുപാട് സഹായങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സർക്കാരും അതേപോലെ തന്നെ ആദ്യത്തെ ഒരു ദിവസം ചെറിയ വൈകിപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാ സംവിധാനങ്ങളും ഒന്ന് കോർത്തിണക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ആദ്യ ദിവസം ഉണ്ടായത്. എന്നാൽ അതിനെല്ലാം ഇപ്പം പൂർണ്ണമായ മാറ്റം വന്നിട്ടുണ്ട്. ക്യാമ്പുകളിൽ എല്ലാവർക്കും കൃത്യമായ ഭക്ഷണവും മരുന്നും അവർക്ക് വേണ്ട വസ്ത്രങ്ങളും ഒക്കെ, പലരും ഉടുതുണി മാത്രമായിട്ടാണ് ഈ ക്യാമ്പിലെത്തിയത്. അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെയും ക്യാമ്പിൽ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആറന്മുളയിൽ എത്തുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം ഈ ദുരിതബാധിതരെയും ക്യാമ്പിലുള്ളവരെയും ഒക്കെ സന്ദർശിക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ പറയുകയുണ്ടായി, നമുക്ക് ഈ മഴ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുമാത്രമല്ല, ഈ ക്ലൗഡ് ബേസ്റ്റ് പോലെയുള്ള വലിയ മഴയാണ് പെയ്യുന്നത്. അത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, മുന്നറിയിപ്പുകൾ കൊടുക്കാൻ കഴിയുന്നില്ല, ഇവാക്യുവേഷൻ നടത്താൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഇപ്പോൾ ഒരു ശാന്തതയുണ്ട് എങ്കിലും എത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തും സംഭവിക്കാമെന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ഈ മഴയെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞത് വസ്തുത തന്നെയാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുന്നൊരുക്കങ്ങൾ ഒരുപാടേ ഉണ്ട്. കാരണം ഈ നദികളുടെ ഒരു കൃത്യമായ ഒരു പഠനം നടത്താൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. 2018 വെള്ളപ്പൊക്കത്തിൽ വൻ തോതിലുള്ള എക്കൽ മണ്ണും അതേപോലെ തന്നെ മറ്റു മണ്ണും
ഒക്കെ വന്ന് അടിഞ്ഞ് ഈ നദിയുടെ ആഴം വളരെയേറെ കുറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ വിസ്താരം കുറഞ്ഞു. ഇതിന്റെ നദിയുടെ തീരങ്ങളിൽ കയ്യേറ്റങ്ങൾ നടത്തി ഈ നദിയുടെ വിസ്താരം കുറഞ്ഞ് നദി വളരെ ശുഷ്കമായാണ് പല സ്ഥലങ്ങളിലും ഒഴുകുന്നത്. ഈ എത്ര വെള്ളം വന്നാലും നദിക്ക് ഉൾക്കൊണ്ട് അതിനെ ഒഴുക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മളൊരു പ്രീ പ്ലാനിങ് നടത്തി ഈ മഴയെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. അതിഭീകരമായ മഴയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ഈ ഇപ്പോൾ പെയ്ത തരത്തിലുള്ള മഴയൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. കൃത്യമായ ഈ നദീ പഠനം നടത്തണം എന്നുള്ളതാണ്. ഇപ്പം ഒരു ഡോക്ടർമാര് ഒരു രോഗിയെ സ്കാൻ ചെയ്ത് അവന്റെ രക്തക്കുഴലിൽ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടാൽ അവിടെ ശസ്ത്രക്രിയ നടത്തി അത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നദിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് നദിക്ക് എവിടെയാണ് പ്രശ്നം, എവിടെയാണ് ഈ നദിക്ക് ഒഴുകാൻ തടസ്സം, ഇത് കൃത്യമായി കണ്ടെത്തി നമ്മളൊരു പരിഹാരം കണ്ടെത്തിയാൽ പത്തനംതിട്ടയിലെ പ്രളയം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അനധികൃത കയ്യേറ്റങ്ങൾ നമ്മൾ കണ്ടെത്തണം. ആ അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിന്റെ കൂടെ തന്നെ ഈ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മല നമ്മൾ കോറി ഇടിച്ച് മല വെട്ടി തുരന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി മണ്ണൊലിപ്പ് വളരെ ശക്തമായി കൂടിയിരിക്കുകയാണ്. ഈ നദിയിലേക്ക് ഈ മണ്ണ് മുഴുവൻ വന്ന് പതിക്കുകയാണ്. അങ്ങനെ നദിയുടെ ആഴം കുറയുകയാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു കൃത്യമായ പഠനം നടത്തിയാൽ നമ്മൾ ഓരോ വർഷവും പ്രളയം ഉണ്ടാകുമ്പോൾ ഈ ദുരിതാശ്വാസ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുകയും അവരെ അത്തരത്തിൽ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം ഇത്ര കൃത്യമായ ഒരു പഠനം നടത്തി ഈ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ വലിയ ആഘാതത്തിന് ഒരു കുറവ് വരുത്താൻ നമുക്ക് സാധിക്കും. അത്തരം പഠനങ്ങളിലേക്കാണ് സർക്കാർ ഇനി പോകേണ്ടത്. അത്തരം മുന്നൊരുക്കങ്ങളാണ് ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവരോട് ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനപ്പുറം നമ്മുടെ നദികളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് നമ്മുടെ നദിയുടെ ആഴം വേണ്ട സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി കൂട്ടി എവിടെയാണ് പ്രളയം ഉണ്ടാകുന്നത്, ആ പ്രളയം ഉണ്ടാകുന്ന സ്ഥലത്തിൽ മൺപുറ്റുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ, അവിടെ എക്കൽ മണ്ണുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ, അവിടെ നിന്ന് നമുക്ക് മണൽ വാരിയാൽ അവിടെ ആഴം കൂട്ടിയാൽ ഇവിടെ ഈ വെള്ളം റോഡിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ ആളുകളുടെ വീടുകളിലേക്ക് കയറുന്നത് ഒഴിവാക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു പഠനമാണ്, ഇങ്ങനെ ഒരു ശാസ്ത്രീയ പഠനമാണ് നമുക്ക് ആവശ്യം. അത്തരം പഠനങ്ങൾ കഴിഞ്ഞ 8 വർഷം 2018 നമ്മുടെ മുൻപിൽ അവസാനം നമുക്കുള്ള ഒരു മാതൃക എന്ന് പറയുന്നത്. 2018 ഉണ്ടായ കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ പഠനം നടത്താൻ ഈ 2026 സാധിച്ചിട്ടില്ല. അത് സാധിക്കാത്തിടത്തോളം കാലം ഇത്തരം ദുരന്തങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ, പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തുള്ള ഈ പത്തനംതിട്ടയിൽ നദികളാൽ സമ്പന്നമാണ്. ഒരു നദി മാത്രമല്ല, മണിമലയാറ്, അച്ചൻകോവിലാറ്, പമ്പയാറ്, കക്കാട്ടാറ്, അങ്ങനെ നിരവധി നദികളുടെ ഒരു സംഗമ സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പൊ ഈ നദികളിലെല്ലാം കൃത്യമായ ആഴമുണ്ട്, അത് ജലത്തിന് ഒഴുകിപ്പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായ പഠനം നടത്തി അതിനൊരു പരിഹാരം കണ്ടാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം. നമുക്ക് എങ്ങനെ വിലയിരുത്താം പത്തനംതിട്ടയിൽ എത്രത്തോളം പ്രദേശങ്ങൾ ഇപ്പോൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ വഞ്ചിയും ബോട്ടും ഒക്കെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ദുരിതാശ്വാസ ഈ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ വിന്യസിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും NDRFന്റെ സംഘങ്ങൾ പത്തനംതിട്ടയിലുണ്ട്. 7, 8 തീയതികളിൽ അതിതീവ്ര മഴ വീണ്ടും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ NDRFന്റെ പുതിയ ഒരു സംഘത്തെ കൂടെ റാന്നിയിലും ആറന്മുളയിലും കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ അവിടെ വിന്യസിപ്പിക്കാൻ ഇപ്പം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള ബോട്ടുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ബോട്ടുകൾ ഈ സമയത്ത് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവര് കൃത്യമായിട്ട് കടലിന്റെ മക്കളാണ് 2018 ഈ ആറന്മുളയിലെയും പത്തനംതിട്ടയിലെയും ജനങ്ങളെ ഒരു പരിധിയിൽ വരെ പറഞ്ഞാൽ രക്ഷിച്ചത്. കാരണം അത് കേരളത്തിന്റെ സേനയാണ്. അവർ കൃത്യമായിട്ട് ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. MLA-മാരെല്ലാം ഈ സ്ഥലങ്ങളിൽ തന്നെ അവർ ക്യാമ്പ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവർ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാ രീതിയിലും മുന്നൊരുക്കങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ആ കാര്യത്തിലെല്ലാം സർവ്വസജ്ജമാണെന്ന് തന്നെ പറയാം. വരും ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് മഴ ഉണ്ടാകുക എന്നറിയില്ല. ഇപ്പോൾ സ്കൂളുകൾക്കെല്ലാം അവധിയാണ്. അങ്ങനെ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പത്തനംതിട്ടയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ആവശ്യമായ കൂടുതൽ
സജ്ജീകരണങ്ങൾ കൂടി പത്തനംതിട്ടയിൽ ക്രമീകരിക്കപ്പെടും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിച്ചതിന്. സുബിൻ, അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. താങ്ക് യു. തീവ്ര മഴയിലും